രോഗം വന്നാലും പ്രിയപ്പെട്ടവരെ പടച്ചവൻ നമുക്ക് തരുന്നതാണ്. അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് രോഗം കൊടുക്കൂ. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടത് പ്രവാചകന്മാരാണ്. അവര് നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല. ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടത് പ്രവാചകന്മാരാണ്. അവര് നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല. സഹോദരങ്ങളെ, ലോകത്ത് അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഈമാൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നതനുസരിച്ച് ആ ഒരു പരീക്ഷണത്തിന്റെ കാഠിന്യവും കുറഞ്ഞു വരും. ഏറ്റവും വലിയ പരീക്ഷണം ഈ നാട്ടിൽ ഒരാൾക്കല്ല കൊടുത്താൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഈമാൻ അവനാണ് എന്ന് ലോകത്തിന്റെ നേതാവ്, എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ രാജാവ്, മഹാനായ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗി അല്ല ചികിത്സിക്കാത്തവരാണ് രോഗികൾ. നമ്മുടെ രോഗം മാറ്റിത്തരാൻ അള്ളയുണ്ട്. എന്ത് വന്നാലും പറഞ്ഞോ റബ്ബിനോട്, പടച്ചവനെ രോഗം വെച്ചത് നീയാണ്, രോഗം മാറ്റേണ്ടത് നീയാണ്. വരുന്നുണ്ട് ആ വിഷയങ്ങൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹയെ മറന്നുകൊണ്ട് നമുക്കൊന്നും വേണ്ട, പടച്ചവനെ മറന്നുകൊണ്ടൊന്നും വേണ്ട, ദുനിയാവിന്റെ ഒരു സൗകര്യങ്ങളും നമുക്ക് വേണ്ട. ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ നമ്മുടെ റബ്ബ്, നമ്മുടെ പടച്ചവൻ. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ ഞാൻ വിശക്കുന്നവനാണ്, ഞാൻ വിശക്കുന്നവനാണ്. ആ സമയത്ത് അല്ലാഹ് പറഞ്ഞു, യാ മൂസാ അൽ ജാഇഉ മൻ ലം അകുൻ മുത്ഇമുഹു, ഞാൻ കഴിക്കാൻ കൊടുക്കാത്തവനാണ് വിശക്കുന്നവൻ മൂസാ നബിയേ. ഞാൻ തിന്നാൻ ആർക്ക് കൊടുത്തില്ലയോ അവൻ വിശക്കുന്നവനാണ്. വിശപ്പ് എന്താന്ന് അറിഞ്ഞില്ലേ? കഴിഞ്ഞ 365 ദിവസം കൊണ്ട്, കഴിഞ്ഞ ഒരു വർഷം, ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളുടെയൊക്കെ നാടുകളിൽ കോടി രൂപയുടെ ആസ്തിയുള്ള വലിയ വലിയ മുതലാളിമാരും ചക്കക്കുരു കൊണ്ടുള്ള മീൻകറി അല്ല കറി, ചക്കക്കുരു കൊണ്ടുള്ള കറി എല്ലാം ചക്കക്കുരു കൊണ്ടായിരുന്നു അല്ലേ? ഇവിടെ അങ്ങനെ തന്നെ, ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു ടേസ്റ്റ്. അന്നൊക്കെ ആളുകൾ ഫോണിൽ വിളിക്കും. ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഒരു സുഹൃത്ത് ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ആരെങ്കിലും അടുത്ത് നിൽപ്പുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്തോ ഒരു ഭീകരമായ കാര്യം പറയാൻ വേണ്ടി വിളിക്കും പോലെ. ആരുമില്ലല്ലോ, ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞു ഉറപ്പാ. കുറച്ച് മീൻ കിട്ടി, കൊണ്ടുവരട്ടെ. എന്താണെന്നറിയോ, ആ സമയത്ത് മീൻ പിടിക്കാൻ പോയി എന്നറിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ വീഴ്ചയായി കണ്ടിരുന്ന സമയം. ആരും അറിയാതെ കഥകൊക്കെ അടച്ചിട്ട് മീനിന്റെ ചേരുവകളൊക്കെ കുറച്ചിട്ട് എങ്ങനെയെങ്കിലും അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന കറി ടേസ്റ്റിന്റെ ചേഞ്ച് വരുത്തിയിട്ട് ജീവിതത്തിൽ എന്താണ് പട്ടിണി എന്നറിഞ്ഞു എല്ലാവരും. അല്ലേ? എല്ലാവരും അറിഞ്ഞു. ജീവിതത്തിൽ എല്ലാ പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ഉണക്കമീനിന് പൊന്നിന്റെ വില കൊടുത്ത് വാങ്ങിയിട്ട് എന്തെങ്കിലും അവസാനം പെണ്ണുങ്ങൾ യൂട്യൂബ് പരിശോധിക്കാൻ തുടങ്ങി. ഈ കോവിഡ് കാലം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ യൂട്യൂബ് തുടങ്ങി. അല്ലേ? ഞാൻ ഉണ്ടാക്കിയ ചക്കക്കുരു കറിയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ എല്ലാം യൂട്യൂബിന്റെ പിന്നിലാണ്. പണ്ട് സീരിയലായിരുന്നു, സീരിയലൊന്നും വേണ്ട, ഇപ്പൊ എല്ലാം നടിമാരായി, എല്ലാ നടന്മാരായി. അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അണഞ്ഞതാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ, കാരണം ഇപ്പോഴാണ് റാഹത്തായത്. അല്ലേ? ഉറങ്ങട്ടെ, ശാന്തമായി ഉറങ്ങട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കട്ടെ, എല്ലാവരും എന്താണ് പട്ടിണി എന്നറിഞ്ഞു. അവസാനം പെണ്ണുങ്ങൾ യൂട്യൂബ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു ഐഡിയ പിടികിട്ടി. എന്താണെന്നറിയോ? നല്ല കറി. എന്താണ്? മീനില്ല കറി. അറിയോ എന്താണെന്ന്? മീനില്ല കറി. മീൻ കഴിക്കാത്തോണ്ട് അറിഞ്ഞു. മീനില്ല കറി പെണ്ണുങ്ങൾക്കറിയാം. എന്താണെന്നറിയോ? മീനിന് എന്തൊക്കെ ചേർക്കോ അതൊക്കെ ചേർക്കും, പക്ഷെ മീൻ മാത്രമില്ല. അങ്ങനെയെങ്കിലും ഒന്ന് ചേഞ്ച് വരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് പാവപ്പെട്ടവന്റെ പട്ടിണി എന്ന് തിരിച്ചറിയാൻ എത്ര റമളാനുകൾ കടന്നു വന്നു. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് മനസ്സിലായില്ല. കാരണം ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റമളാനാണ്. എവിടെ പോയാലും ഫുഡ്, ആരുടെ വീട്ടിൽ പോയാലും ഫുഡ്, ഇഷ്ടം പോലെ ഫുഡ്. ഞങ്ങളൊക്കെ പള്ളികളില് നോമ്പ് തുറക്കി 10 മിനിറ്റാണ് ഇവിടുത്തെ മഗ്‌രിബിന്. 10 മിനിറ്റ് ബാങ്ക് കൊടുത്ത 10 മിനിറ്റ്. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? കൈ കെട്ടി ബാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഈത്തപ്പഴം പല്ലിന്ന് എടുക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് 10 മിനിറ്റ് കൊടുത്തു. നന്നായിട്ട് തിന്ന് മര്യാദയ്ക്ക് വാ കഴുകിയിട്ട് പള്ളിയിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് സമയം കൊടുത്തു. കാരണം ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്. ഈ രണ്ട് കയ്യിലും കിറ്റ് പിടിച്ചോണ്ടിരിക്കുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറ കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ പിന്നെ കഞ്ഞി, അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഭക്ഷണം. ഈ പോകുന്ന വഴിയിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കവറിൽ ഫുഡും തയ്യാറാക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ അവിടെ ഭാര്യയുടെ വക വേറെ ഫുഡ്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പള്ളിയിലേക്ക് വരുമ്പോ തറാവീഹ് കഴിഞ്ഞിട്ട് വേറെ നാട്ടുകാരുടെ ഫുഡ്. ഇത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പരുവത്തിന് ഈ പെരിച്ചാരി ഇടവിടിഞ്ഞതുപോലെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉറക്കാൻ വേണ്ടി കിടന്നാൽ അടുത്ത ഇടത്താഴത്തിന്റെ സമയമായി. പിന്നെ ആകെ ഉള്ളത് ഈ 8, 9 അല്ലെങ്കിൽ 12, 11, 10 അങ്ങനെ ഓരോ വ്യത്യാസം അനുസരിച്ച് മണിക്കൂർ നോമ്പിന്റെ സമയം മാത്രം നമുക്ക് അത് അള്ളാഹു തന്നു. അതും എങ്ങനെയാണ്? ഈ അത്താഴത്തിന്റെ സമയത്ത് പിടിക്കുന്ന മഴ 3:30 മണി 4:30 മണി വരെ ഉണ്ടാവും വൈകുന്നേരം. എന്ത് ചൈതന്യം, എന്ത് നോമ്പ്, ഒന്നും ഉണ്ടായില്ല. ലണ്ടനിലും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ 20 മണിക്കൂറായിരുന്നു ചില സ്ഥലങ്ങളിൽ നോമ്പ്. സ്വിറ്റ്സർലൻഡിലും ഫിൻലാൻഡിലും ആകെ പകലെന്ന് പറയുന്നത് 5 മിനിറ്റ്. അത് അരമണിക്കൂറാ. 23 മണിക്കൂറും 30 മിനിറ്റും അവർക്ക് പകല്, അരമണിക്കൂർ രാത്രി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അൽഹംദുലില്ലാഹ് പടച്ചോനെ തൗഫീഖ് കൊണ്ട് വളരെ കുറഞ്ഞ സമയം, അതും പകല് നല്ല മഴ, ഒരു രീതിയിലും നമുക്ക് ക്ഷീണമില്ല, ഒന്നുമില്ല. ഈ രീതിയിൽ നമ്മൾ നോമ്പ് പിടിച്ചപ്പോ നോമ്പിനൊന്നും പട്ടിണി പാവത്തിന്റെ വില നമ്മൾ അറിഞ്ഞില്ല. ആ വില അറിയാൻ അല്ലാഹു നമുക്ക് തന്നു. കോവിഡ്-19 എന്ന കൊറോണ വൈറസിലൂടെ അല്ലാഹു പട്ടിണിയും തന്ന് പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷമാണ് എല്ലാവരും തടി വെക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു തടി കൂടിയെന്ന് പറഞ്ഞു. തടി കുറയ്ക്കണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താണെന്നറിയോ? എല്ലാവരും തടി കൂടി. എന്താ കാരണം? ഇതുവരെ കൂട്ടി വെച്ചിരുന്ന പൈസ വെച്ചിട്ട് ഒരു ഗുണവും ഇല്ല. ഈ പൈസയൊക്കെ ഒന്ന് ചെലവഴിച്ച് വലതും തിന്നു മരിക്കാമെന്ന് കരുതിയിട്ട് ഇപ്പൊ എന്ത് ചെയ്തു? കോവിഡ് അനന്തരം എല്ലാവരും അതെടുത്തിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ വീട്ടിലും സുഭിക്ഷമായ ഭക്ഷണമാണ്. കാരണം എപ്പോഴാ ലക്ഷ്മണ രേഖ വരയ്ക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വരച്ചാ പിന്നെ ഔട്ട്, നിഷിദ്ധമാണ്. വെറും അകത്ത് കിടന്ന് നമ്മൾ ഉള്ളത് കഴിക്കേണ്ടി വരും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, യാ മൂസാ, ആരാണ് വിശക്കുന്നവനെന്നറിയോ? ഞാൻ ഭക്ഷണം കൊടുക്കാത്തവനാണ് വിശക്കുന്നത് മൂസ നബിയേ. പിന്നെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ്, ഞാനൊരു വിദേശിയാ റബ്ബേ, ആരും എന്നെ സഹായിക്കാനില്ല. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, അൽ ഗരീബ് മല്ലം മകുനു മൂനിസുഹു. അവിടെയാ നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗമുള്ളത്. ആരാണ് വിദേശി എന്നറിയോ? മല്ലം മകുൻ മൂനിസുഹു. ഞാൻ ആർക്കാണോ നേരം പോക്കാകാത്തത്, ആരുടെ മനസ്സിലാണോ ഞാൻ ചിന്തയായി മാറാത്തത്, അവനാണ് മൂസ നബിയെ വിദേശി. എവിടെ പോയാലും നമുക്കാരാവുള്ളത്? ഐനമാക്കും തനി, എവിടെ പോയാലും അല്ലാഹു നിന്നോടൊപ്പം ഉണ്ടെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വിദേശി? ഞാനിവിടെ വിദേശിയാണ്. എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പനവൂർ പഞ്ചായത്തിലാണ് എന്റെ സ്വദേശമെങ്കിൽ, ഈ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ ഉടുമ്പന്നൂരിലെ കാരൂക്കപ്പള്ളി എന്ന ഇടമറുകിലെ ഈ പ്രദേശത്ത് ഞാനൊരു വിദേശി തന്നെയാണ്. പക്ഷെ ഞാൻ തൊടുപുഴയിൽ വന്നാലും, അതല്ല എന്റെ തിരുവനന്തപുരത്ത് പോയാലും, അതല്ലെങ്കിൽ അങ്ങ് കാസർഗോഡ് പോയാലും, അതല്ലെങ്കിൽ കർണാടകത്തിലും അതുപോലെ തമിഴ്നാട്ടിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും എന്റെ മനസ്സിൽ എന്റെ പടച്ചവനുണ്ടെങ്കിൽ, എനിക്ക് നേരം പോകാൻ എന്റെ റബ്ബുണ്ടെങ്കിൽ, എന്റെ റബ്ബിന്റെ ചിന്ത എന്നെ വല്ലാതെ ലഹരി പിടിപ്പിക്കുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വിദേശിയല്ല. എന്റെ മനോമുഖരത്തിൽ മുഴുവനും എന്റെ പടച്ച തമ്പുരാനാണ്. എന്റെ അല്ലാഹയെ മറന്നുകൊണ്ട് ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരിക്കലും വിദേശിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രില്ലാഹ്. പടച്ചവനെ മറന്നുകൊണ്ട് ഞാൻ ഈ മേൽത്തരം കുതിരകളെ സ്നേഹിച്ചത് കൊണ്ട് ഇല്ല, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് 1000ഓളം വരുന്ന മേൽത്തരം കുതിരകൾ അറുത്തിട്ട് ദാനം കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹ് പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്.
ഏറ്റവും നല്ല അടിമയാണ് സുലൈമാൻ നബി എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരല്ലേ നമുക്ക് മാതൃക. നമുക്ക് മാതൃക സിനിമാ നടന്മാരാണോ, സീരിയൽ നടിമാരാണോ, നടന്മാരാണോ? അല്ല. നമ്മുടെ റോൾ മോഡൽ മുഴുവനും പ്രവാചകന്മാരാണ്. അവിടുത്തെ സഹാബാക്കളായ സത്യവിശ്വാസികളായ സച്ചരിതരായ മുൻഗാമികളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയുമല്ലോ, തന്റെ സഹോദരങ്ങൾ കൊണ്ടുവന്ന് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. സൗന്ദര്യത്തിന്റെ പ്രതീകമേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഏറ്റവും നല്ല സൗന്ദര്യം അല്ലാഹു കൊടുത്ത് ആദരിച്ചപ്പോ നല്ല കറുത്ത തലമുടിയുള്ള, നല്ല വെളുത്ത ശരീരമുള്ള, കാണാമുഖമുള്ള, വട്ടമുഖമുള്ള മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവിടുത്തെ മിസ്ർ തമ്പുരാട്ടിമാരുടെ കൈവെള്ളകൾ മുറിഞ്ഞിട്ട്, ആപ്പിൾ മുറിഞ്ഞിട്ട് കൈവിരലുകൾ ചതിക്കപ്പെട്ടപ്പോൾ താൻ ഏത് ലോകത്താണ് നിൽക്കുന്നത്, ഇതേതോ ഒരു മാസ്മരിക ലോകത്താണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് ഏതോ മലക്കാണ്, മനുഷ്യനല്ലെന്ന് ഈജിപ്തിലെ പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ പ്രതീകമേ യൂസുഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, സഹോദരങ്ങളെ, പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്തതെന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് വന്ന കാഫില കൂട്ടം തൊട്ടിയിറക്കിയിട്ട് വെള്ളം കോരുവോ? അങ്ങനെ വെള്ളം കോരിയപ്പോഴല്ലേ തൊട്ടിക്കുള്ളിൽ കുട്ടിയെ കണ്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിക്കുള്ളിലല്ലേ കയറി വന്നത്. എന്തുകൊണ്ടാണ് ആ കിണറ്റിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയുമ്പോ യൂസുഫ് നബി രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? യൂസുഫ് നബി അവിടെ രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? ചരിത്രം പഠിച്ചാൽ പോലാ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണേ ചെറുപ്പക്കാരാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ ആ യൂസുഫ് ചെന്ന് വീണത് വെള്ളത്തിലല്ല, ഒരു പാറയിലാണ് ചെന്ന് വീണത്. ആ പാറയിലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഇരിക്കുമ്പോ അതിന്റെ 4 ഭാഗത്ത് വെള്ളമുണ്ട്. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പാറപ്പുറത്തിരുന്നു കൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? ലാ റഫീഖ ഇല്ലല്ലാഹ്, ലാ സാഹിബ ഇല്ലല്ലാഹ്, ലാ മൂനിസ ഇല്ലല്ലാഹ്. എനിക്ക് എന്റെ കൂട്ടുകാരനായ എന്റെ പടച്ചോനെ ഉള്ളൂ, എന്റെ കൂട്ടുകാരനായി സാഹിബായി അള്ളയെ ഉള്ളൂ. നേരം പോകാൻ എന്റെ പടച്ചവനെ ഉള്ളൂ, എന്റെ സമയം പോകാൻ എനിക്ക് എന്റെ ടൈം പാസിന് എന്റെ പടച്ചവനെ ഉള്ളൂ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിന്റെ പാറപ്പുറത്തിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോ അല്ലാഹു അത്ഭുതകരമായി ഏതോ യാപ്രസംഗത്തെ അയക്കുകയാ. ആ യാപ്രസംഗം വെള്ളത്തോരാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് തൊട്ടിയിറക്കുമ്പോൾ ആ തൊട്ടിയിൽ പേറിയിട്ട് നേരെ പുറത്തേക്ക് വന്ന യൂസുഫ് നബിയെ അവിടത്തെ അടിമച്ചന്തയിലെ വിൽപ്പന ചരക്കായി കൊണ്ടുവെക്കപ്പെട്ട് അവിടുന്ന് അസീസ് രാജാവ്, അസീസ് എന്ന് പറയുന്ന മന്ത്രി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് തരുണീമണിയായ സലീഹ എന്ന് പറയുന്ന സുന്ദരിയായ സുമുഖിയായ പെണ്ണ് കാമിച്ചുകൊണ്ട്, മോഹിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട്, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, സൗന്ദര്യത്തിന്റെ പ്രതീകമല്ലേ ആ പ്രസരിക്കുന്ന പ്രസന്നമായ വദനം കണ്ട് വീണുപോയ, കാമിച്ചുപോയ സലീഹ എന്ന പെണ്ണിന്റെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നപ്പോ സലീഹയുടെ ഇടപെടൽ കൊണ്ട് തടവറകളിലേക്ക് തളക്കപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരം കൈയാളിയിട്ട് ഈജിപ്ത് ഭരിക്കുന്ന രാജാതിരാജനായി മടങ്ങി വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ കാരണമാണ്. മഹാനവറുകൾ കിണറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ലാ റഫീഖ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാത്തൊരു കൂട്ടെനിക്കില്ല, വലാ സാഹിബ ഇല്ലല്ലാഹ്, എന്റെ സമീപം എന്റെ പടച്ചവനല്ലാതെ വേറെ ആരുമില്ല, ലാ മൂനിസ ഇല്ലല്ലാഹ്, എന്റെ പടച്ചവനിലൂടെ അല്ലാതെ എന്റെ നേരം പോവൂല. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റബ്ബിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും വേണ്ട. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് സമയത്ത് നമ്മുടെ റബ്ബ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല നമുക്കറിയാം, മഹാനവറുകൾ പ്ലേഗ് രോഗം പിടിപെട്ട് മരണപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യം മരിച്ചു, പ്ലേഗ് രോഗം പിടിപെട്ട് ഭാര്യ മരിച്ചു. പ്ലേഗ് അന്ന് പടർന്ന് പന്തലിക്കുന്ന കോവിഡ് പോലെ
പടർന്ന് പന്തലിച്ചു കൊണ്ടിരുന്ന ആ പ്ലേഗ് രോഗത്തിന് ഇരയായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മരിച്ച് 90 ദിവസങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. എപ്പോഴാ മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മരണങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി ഒരുപാട് മരണങ്ങൾ നടന്നു. പക്ഷേ ഞാന് ഈ കാരൂക്കപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കാരണം പല വേദികളിലും പറയുമ്പോൾ, പല ലൈവുകളിലും പല സഹോദരങ്ങളും സഹോദരിമാരും കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1 മാസം ആകുമെന്ന് തോന്നുന്നു, ആ ഒരു കർണാടകയിൽ ഒരു പ്രഭാഷണത്തിന് പോയി. അവിടെ പോകുമ്പോ സംഘാടകർ പറഞ്ഞു, നമുക്കൊരു മരണ വീട്ടിൽ കയറിയിട്ട് പോകണം. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇവിടെ പ്രസംഗത്തിന് വരുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം മൗലവി തലനാട് നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അല്ലാഹു ഖബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അബ്റാരി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. ഞാൻ സിറാജ് ഉസ്താദിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് അബ്ദുൽ കരീം ഉസ്താദിനെ പരിചയപ്പെട്ടതാണ്. ഞാൻ സേവനമനുഷ്ഠിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു മഹല്ലിൽ അദ്ദേഹം തഫ്തീഷിന് വേണ്ടി വരുമ്പോൾ, ഞാനന്ന് മദ്രസ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പോലും എന്റെ റൂമിൽ അദ്ദേഹം താമസിച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, ആ മകനും നിങ്ങളെപ്പോലെ ഒരു ആലിമാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മണ്ണടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ 2 ദിവസത്തെ പ്രസംഗം. ആ പ്രസംഗത്തിന് ഒന്നാമത്തെ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോ അബ്ദുൽ കരീം ഉസ്താദ് അവിടെ നിൽക്കുന്നു. മണ്ണടി അല്ല, നമ്മുടെ തലനാട് അബ്ദുൽ കരീം ഉസ്താദ്, ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമിന്റെ ഉപ്പ. പറഞ്ഞു, ഉസ്താദ് എന്റെ മകനാണ് എന്ന് പറഞ്ഞ് ആ ഉപ്പയാണ് ഈ മകനെ ചൂണ്ടിക്കാണിച്ചു തന്നത്. 2ാമത്തെ ദിവസം വഹദ് പറയാൻ പറ്റിയില്ല. ഞാൻ വഹദ് പറയാൻ വേണ്ടി അവിടെ എത്തുമ്പോഴേക്കും അതാ മൂപ്പര് ചിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല ശക്തമായ മഴയും കാറ്റും. കഴിഞ്ഞതിന് 30 വർഷം ഞാൻ ഇവിടെ വരുമ്പോ കറണ്ടൊന്നും ഇല്ല. ഇവിടെ അതുപോലെ തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞു, അന്ന് മണ്ണടിയിൽ വന്നപ്പോഴും ഇങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞ്, എന്റെ നന്മയാണോ തിന്മയാണോ എന്നറിയില്ല, പോകുന്നതൊക്കെ മഴയും കാറ്റും, എന്ത് ചെയ്യാനാ. അപ്പൊ ഏതായിരുന്നാലും അവിടെ ചെല്ലുമ്പോ, ഇവിടെ വന്നപ്പോ കറണ്ടേ ഇല്ലാതെ ഉള്ളൂ കഴിഞ്ഞ വർഷം. മണ്ണടിയിൽ ഞാൻ പ്രസംഗത്തിന് പോകുമ്പോ ഒരല്പം പോലും കളവില്ല. ചോദിച്ചു നോക്ക്, 2ാമത്തെ ദിവസം ഞാൻ പ്രസംഗത്തിന് പോകുമ്പോ സ്റ്റേജില്ല, വേദിയിൽ ഈ കാണുന്ന സ്റ്റേജ് പറന്നു പോയിരിക്കുന്നു. കള്ളമല്ല, ചോദിച്ചു നോക്ക്. അപ്പോ ഞാൻ പരിചയപ്പെട്ടു, ആ മനുഷ്യൻ ഇന്ന് ഖബറിലാണ്. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഒരാൾക്കും ഒരു ഉപദ്രവമില്ലാത്ത നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മൾ അങ്ങനെ മരിക്കുമ്പോ നമ്മളെ പറ്റി നല്ല ആളുകൾ പറയണം. ജീവിച്ചിരിക്കുമ്പോ ഒറ്റൊരുത്തരും നല്ലത് പറയുന്നത് നമ്മൾ വലിയ കാര്യമാക്കണ്ട. നമ്മളെങ്ങനെ അർശ് വരെ പോക്കും, നിങ്ങൾ വലുതാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോക്കും. ഒന്നിനും നമ്മളെ എന്തെങ്കിലും നേടാൻ വേണ്ടിയാവും, ഇല്ലെങ്കിൽ അർശ് വരെ പൊക്കിയിട്ട് ഒരൊറ്റ ആടിയും കൊണ്ട് താഴ്ത്തിയിടാനായിരിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും പൊക്കണ്ട. അതുകൊണ്ട് ആ മഹാന്മാരൊക്കെ പറഞ്ഞത്, ഈ മുഖസ്തുതി പറയുന്നവന്റെ വായിൽ മണ്ണ് വാരിയിട്ട് കൊടുക്കണം. മുഖസ്തുതി പറയുന്നവന്റെ വായില് മണ്ണ് വാരിയിട്ട് കൊടുക്കണം. കാരണം എന്താണ്? ഒരു മഹാന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ അതാണ് ഇതാണ് ആനാണ് ചേനാണെന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞിടാ, നീ വന്നേ, നീ പറയുന്ന അത്രയൊന്നും ഞാനില്ല, പക്ഷെ നിന്റെ മനസ്സിൽ ഉള്ളതിനേക്കാൾ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവനെ തിരിച്ചുവിടുക ചെയ്തത്. അപ്പൊ നമ്മളും മരിച്ചതിന് ശേഷം നമ്മളെ പറ്റി നല്ലത് പറയാൻ ആളുണ്ടാകണം. അപ്പൊ നമുക്ക് കിബിർ വരൂല. കുഴി കിടന്ന് എന്ത് കിബിർ വരാനാ? ആരടി മണ്ണി കിടന്ന് എന്ത് കിബിർ വരാനാ? അപ്പൊ അങ്ങനെ നമ്മൾ മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കർണാടകയിൽ ഞാൻ പ്രസംഗത്തിന് പോകുമ്പോ എന്നോട് സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ഇവിടെ ഒരു മരണ വീടുണ്ട്, നമുക്കൊന്ന് ഇറങ്ങി ദ്വാരം നെട്ട് പോകാം. ഞാൻ ആ വീട്ടിൽ പോയി. നിങ്ങളും ഞാനും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ ഒരു മരണം. ഞാൻ ആ വീട്ടിൽ പോയി. എന്താണെന്നറിയോ? ഹാഫിളത്തായ വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ 20 വയസ്സുകാരിയായ ഒരു സഹോദരിയാണ് മരിച്ചത്. എപ്പോഴാ മരിച്ചത്? ആ സഹോദരിയുടെ വിവാഹം. ആ സഹോദരി വിവാഹിതയായി. വിവാഹത്തിന്റെ അന്ന് തന്റെ ബന്ധുകൂടിയായ ഭർത്താവ്
പ്രതിശുദ്ധവരൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ടവൻ, ആ പ്രിയപ്പെട്ടവനോടൊത്ത് ബന്ധുക്കളോടൊത്ത് സംസാരിച്ചിരുന്നു. അന്നവരുടെ ആദ്യ രാത്രിയാണ്. ആ ആദ്യ രാത്രിയിൽ തനിക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ട മണിയറയിലേക്ക് കടന്നുപോയ ആ പ്രിയപ്പെട്ട ഭാര്യ പെട്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ശരീരമൊക്കെ വല്ലാതെ വിയർക്കുക, എന്തെന്നറിയില്ല. ഭർത്താവ് പെട്ടെന്ന്, കല്യാണം ആദ്യ രാത്രിയല്ലേ, ടെൻഷനൊക്കെ ആയിരിക്കും. ഒരു പെണ്ണ്, അതും 20 വയസ്സുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് ജീവിതത്തിൽ ആദ്യമായി ഒറ്റപ്പെട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ, ഭർത്താവാണ്, അത് ഇന്നല്ലേ വിവാഹം കഴിഞ്ഞത്, തന്റെ സ്വപ്ന സാക്ഷാത്കാരം നടന്ന ദിവസം, തന്റെ മനസ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള ടൈം ഇനിയാണ്. ഭർത്താവ് പെട്ടെന്ന് AC-യുടെ തണുപ്പ് കൂട്ടിയിട്ട് കൊടുത്തു. അവള് പറഞ്ഞു, ഇല്ല, ശരീരമൊക്കെ ഒരു വല്ലായിക, എന്താണെന്ന് അറിയില്ല, ഒന്ന് ഉപ്പാനെ വിളിക്കോ. താഴത്തെ നിലയിൽ കിടക്കുന്ന ഉപ്പായെ വിളിക്കാൻ ആ ഭർത്താവ് ഓടി താഴേക്ക് വന്നു. ആ സഹോദരൻ ഉപ്പയുമായിട്ട് മുകളിൽ ചെല്ലുമ്പോഴേക്കും മണിയറയിൽ പട്ടുമെത്തയിൽ അവളിങ്ങനെ മലർന്നു കിടക്കുകയാ. വിളിച്ചു നോക്കി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹാഫിളത്തായ 20 വയസ്സുള്ള ജീവിതത്തിന്റെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വപ്ന ദിവസം, ആ ആദ്യ രാത്രി, ആ ദിവസം, ആ സമയത്ത് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പിറ്റേ ദിവസം ആ പ്രിയപ്പെട്ട സഹോദരിയെ വിവാഹത്തിന്റെ പിറ്റേ ദിവസം അവിടത്തെ മാമൂലുകൾ അനുസരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആളുകളൊക്കെ ദൂരങ്ങളിൽ നിന്നുള്ള ആളുകൾ വണ്ടി കയറി വരാൻ. ആ സമയത്ത് തന്റെ ഭർത്താവിന്റെ കൈ പിടിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകേണ്ട അതേ സമയം ഒന്നും തെറ്റാതെ ആ ഭാര്യ, ആ സഹോദരി പോയത് പള്ളിക്കാട്ടിലേക്കാ. കല്യാണപ്പുടവ അഴിച്ചു മാറ്റിയിട്ട് ആ ദേഹത്തണിഞ്ഞത് കഫൻ പുടവയായിരുന്നു. മണിയറയിൽ നിന്ന് നേരെ പോയത് മണ്ണറയിലായിരുന്നു. ഇതാണ് മരണം എന്റെ പ്രിയപ്പെട്ടവരെ. എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ. ഞാൻ എൻ്റെ മക്കളോടും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. തിങ്കളാഴ്ച രാവിലെ ഞാൻ വീട്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വന്നു. എനിക്ക് എന്തുറപ്പുള്ളത് തിരിച്ചെനിക്ക് വീട്ടിലെത്താൻ കഴിയുമെന്ന്? ഓരോറപ്പുമില്ല, ആർക്കുമില്ല. എന്തിന് തിങ്കളാഴ്ചയാക്കണം? ഈ പ്രസംഗം എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയുമെന്നോ, തിരികെ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ കഴിയുമെന്നോ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു, വാറണ്ടി ഇല്ലാത്തൊരു വിഭാഗം അത് നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം നന്നാക്കാൻ, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീണ്ടെടുപ്പ് അത്യാവശ്യമാണ്. അതാണ് നമ്മുടെ ക്യാപ്ഷനും. അതുകൊണ്ട് നന്ദിയുള്ളവരായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിലാണ്. രോഗം മൂർച്ഛിച്ചു. പ്ലേഗ് രോഗം വന്നിട്ട് ശരീരം വ്രണം വന്നു. ആ സമയത്ത് മുആദ് റളിയല്ലാഹു തആല തന്റെ മകനെ വിളിക്കുകയാണ്, പൊന്നുമോനെ, സുബഹിയായോ ഒന്ന് നോക്കുമോ? മകൻ പെട്ടെന്ന് വെളിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ലുപ്പാ, സുബഹിയായിട്ടില്ല. വാപ്പ എഴുന്നേൽക്കുകയാണ്. പ്ലേഗ് രോഗം പിടിപെട്ട് വല്ലാതെ സക്കറാത്തിലാണ് ഉപ്പ. എഴുന്നേറ്റുകൊണ്ട് ഉപ്പ പറയുന്നു, അല്ലാഹുമ്മ ഇന്നക തുബാരികു ഫിൽ ഖലീൽ. അല്ലാഹുവേ, കുറഞ്ഞതിൽ ബറക്കത്ത് കൊടുക്കുന്ന അല്ലാഹ്, വതുക്സിറി സഗീർ, ചെറുതിനെ പെരുപ്പിക്കുന്ന അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ഫീ ഹാദൽ ജുർഹ്. അല്ലാഹുവേ, പ്ലേഗ് രോഗം പിടിപെട്ട് എന്റെ ശരീരത്തിൽ വന്ന ചെറിയ ചെറിയ വ്രണങ്ങളെ നീ ഒന്ന് വലുതാക്കി തരുമോ അല്ലാഹ്? പടച്ചവനെ, എന്റെ രോഗമൊന്ന് കഠിനമാക്കി തരുമോ റബ്ബേ? ആ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ദുആ കേട്ടപ്പോ പൊന്നുമോൻ വന്നിട്ട് ചോദിച്ചു, വാപ്പാ, നിങ്ങൾ മരിക്കാൻ വേണ്ടിയാണോ ദുആ ചെയ്യുന്നത്? ആ സമയത്ത് വാപ്പ പറഞ്ഞു, പൊന്നുമോനെ, ജീവിതം മടുത്തു. ഈ ജീവിതം മടുത്തു മോനെ. ഈ രോഗം വന്നത് കൊണ്ട് മടുത്തതല്ല. ഈ രോഗത്തെ ഞാൻ ജീവിച്ചിരുന്നത് എന്തിനെന്നറിയോടാ നിനക്ക്? ഞാൻ ജീവിച്ചിരുന്നത് എന്തിനാണ്?
ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നത് ഒരിക്കലും കെട്ടിടങ്ങളെ കെട്ടിപ്പൊക്കാനല്ല, രമ്യകർമ്മങ്ങൾ വെക്കാനല്ല, കോൺക്രീറ്റ് സൗധങ്ങളെ നിർമ്മിക്കാനല്ല, ഗോപുരങ്ങളും ബിസിനസ് സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്താനല്ല. പൊന്നുമോനെ, ദുനിയാവിൽ ഞാൻ ആഗ്രഹിക്കുന്ന 3 കാര്യമായിരുന്നു. ഒന്നാമത്തേത് ലമഉൽ ഹവാജിരി, ഉച്ചനേരത്തെ ദാഹമാണ്. നട്ടുച്ച നേരത്ത് സൂര്യൻ അതിന്റെ താപം വിസർജിച്ചു കൊണ്ടിരിക്കുമ്പോ ശരീരം അതിനെ വല്ലാതെ ഉഷ്ണം വന്നിട്ട് വിയർത്തൊലിക്കുമ്പോ തൊണ്ട നനയ്ക്കാൻ, ചുണ്ടൊന്ന് നനയ്ക്കാൻ എന്റെ ശരീരം ആഗ്രഹിക്കുമ്പോ ഒരു തുള്ളി വെള്ളം എന്റെ വായിലൊന്ന് കിട്ടിയെങ്കിലെന്ന് ഞാൻ കൊതിക്കുമ്പോൾ ആ സമയത്ത് വെള്ളം കൊടുക്കാതെ നോമ്പുകാരനായി കഴിയലാണ് പൊന്നുമോനെ ഞാൻ ആഗ്രഹിച്ചത് ദുനിയാവില്. രണ്ടാമത്തേത് മുസാഹമത്തുൽ ഉലമാഇ ഫിൽ മജാലിസി, ഉലമാക്കളോടൊപ്പം മജ്ലിസുകളിൽ പങ്കാളികളാകലാണ്. മൂന്നാമത്തേത് വാനഅഫുറ വജ്ഹി സാജിദൽ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ വീണ് എന്റെ നെറ്റിട്ടടം മണ്ണോട് ചേരാനാണ് ഞാൻ കൊതിച്ചത് പൊന്നുമോനെ. അല്ലാതെ ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാനല്ല, ഇവിടെ വീടുകൾ പണി കഴിപ്പിക്കാനല്ല. എന്റെ ആഗ്രഹം നോമ്പ് പിടിക്കലാണ്, ഉലമാക്കളുടെ മജ്ലിസിൽ വഅദ് കേൾക്കലാണ്, അതുപോലെ എപ്പോഴും സുജൂദിൽ കിടക്കലാണ്. പറമോനെ, വാപ്പാക്ക് ഈ 3 കാര്യം ഇനി പറ്റുമോ? വാപ്പാക്ക് ഈ 3 കാര്യം പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്റെ അല്ലാഹുവിന്റെ സാമീപ്യമാ. മോനെ, സുബഹിയായോ എന്ന് നോക്കടാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ പൊന്നുമോൻ ഇറങ്ങി വന്ന് പറഞ്ഞു, പൊന്നുപ്പാ സുബഹിയായി വാപ്പാ, സുബഹിയായി എന്ന് പറഞ്ഞു. ആ സമയത്ത് വാപ്പാക്ക് വല്ലാത്ത സക്കറാത്ത് കൂടുകയാ, വല്ലാത്ത രോഗം മൂർച്ഛിക്കുമ്പോൾ പൊന്നുമക്കള് കരയാൻ തുടങ്ങി. പൊന്നുമക്കള് കരയാൻ തുടങ്ങുമ്പോൾ വാപ്പ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ എന്ന ഉപ്പ പറയുകയാണ്, ലാ തബ്കൂ, എന്റെ പൊന്നാര മക്കളെ നിങ്ങൾ കരയല്ലേ. ഫവല്ലാഹി ലാ ഇലാഹ ഇല്ലാഹു, പടച്ചവനാണ്, അവനല്ലാതെ വേറെ ആര് ലോകത്ത് ആരാധ്യനായിട്ടില്ല. മാ ഫാതനി തക്ബീറത്തുൽ ഇഹ്റാമി 60 സനാ, മാ ഫാതനി തക്ബീറത്തുൽ ഇഹ്റാമി 60 സനാ. മക്കളെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? വാപ്പ പറയട്ടെ, 60 വർഷമായി വാപ്പാക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ല. വാപ്പാക്ക് 60 കൊല്ലമായി തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ല. എന്താ തക്ബീറത്തുൽ ഇഹ്റാം എന്നറിയില്ലേ? ഇമാമ് കൈകെട്ടുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന റാഇന്റെ സമയത്ത് മഅ്മൂമായി നിൽക്കുന്ന ആൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, തക്ബീറത്തുൽ ഇഹ്റാം, അവ്വൽ തക്ബീർ എന്നൊക്കെ നമ്മൾ പറയുന്ന അത് 60 കൊല്ലമായി വാപ്പാക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. 60 കൊല്ലമായി ജമാഅത്ത് മുടങ്ങിയില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. 60 കൊല്ലമായി നിസ്കാര ഖളായില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതിനും കഴിയില്ല. ആ നമ്മൾ മുൻഗാമികളായ മുആദ് ഇബ്നു ജബൽ തങ്ങളെ പോലുള്ള മഹാരഥന്മാർ, അവർ ലോകത്തെ കുന്തും ഖൈറ ഉമ്മ, ഉത്തമരായിരുന്നു, ഉന്നത സമുദായമായിരുന്നെങ്കിൽ അതൊക്കെ നമ്മൾ കളഞ്ഞു കുളിച്ചെങ്കിൽ അതിന്റെ വീണ്ടെടുപ്പാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ എന്തിന് കരയുന്നു മക്കളെ? 60 കൊല്ലമായി വാപ്പാക്ക് അവ്വൽ തക്ബീർ നഷ്ടമായിട്ടില്ല. എനിക്ക് വേണ്ടത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കലല്ല, വീടുകൾ വെക്കലല്ല, അരുവികൾ ഒഴുക്കലല്ല, നദികൾ ഒഴുക്കലല്ല, പുഴകൾ ഉണ്ടാക്കലല്ല, ഇവിടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തലല്ല. വാപ്പ ഉദ്ദേശിച്ചത് ലമഉൽ ഹവാജിരി, നട്ടുച്ച നേരത്തെ നോമ്പും അതുപോലെ തന്നെ ഉലമാക്കളുടെ മജ്ലിസിൽ പങ്കാളികളാകലും ഏത് സമയത്തും സുജൂദ് ചെയ്യലും. ഈ വാപ്പാക്ക് ഇപ്പൊ ഇത് 3 പറ്റില്ല. പിന്നെ എന്തിനാ മോനെ ഞാൻ ജീവിച്ചിരിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നക, ഈ പടച്ചവനെ നീ എന്റെ തുബാരികു ഫിൽ ഖലീൽ, നീ കുറഞ്ഞതിൽ ബറക്കത്ത് ചെയ്യുമ്പോൾ ഈ മുറിവിന് നീ ബറക്കത്ത് ചെയ്തിട്ട് അതിനെ വലുതാക്കി എന്നെ മരിപ്പിക്കണമെന്ന് ദുആ ചെയ്ത മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ അല്ലാഹുവിനെ മറന്നിട്ട് ഒരു നിമിഷം ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ ഏറ്റവും ഉദാത്തനായ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നമുക്കിനി ആകെ അരമണിക്കൂർ മാത്രം സമയം, 1.5 മണിക്കൂർ കഴിഞ്ഞു.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്ത് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ആദരവ് എന്താണെന്നറിയോ? വറഫഅനാഹു മകാനൻ അലിയ. ഇദ്രീസ് നബി അല്ലാഹു തആല ഉന്നതമായ സ്ഥലത്ത് കൊണ്ടുപോയി. അഭിപ്രായങ്ങൾ പല തഫ്സീറുകളിൽ കാണാം. ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ ഇദ്രീസ് നബി അല്ലാഹു തആല ആദരിച്ചു. എന്താ കാരണമെന്നറിയോ? ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ഒരു സൂഫിയായി ദാടിയൊക്കെ വളർത്തി പച്ച കുപ്പായൊക്കെ ഇട്ട് കയ്യിൽ തസ്ബീഹുമായിട്ട് ജപമാലയുമായിട്ട് ഏതെങ്കിലും വലിയ വലിയ മരുഭൂമികളിൽ പോയി ഇരുന്നാലേ നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. നിങ്ങൾ കച്ചവടക്കാരനാണോ? നിങ്ങൾ ഡ്രൈവറാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തൊഴിലാളിയാണോ? നിങ്ങൾ മേസ്ത്രി പണി നടത്തുന്നയാളാണോ? നിങ്ങൾ എന്ത് തൊഴിലാണ് നടത്തുന്നത്? ആ തൊഴിലുകളുടെ ഇടയിൽ നിങ്ങൾക്ക് പടച്ചവനെ ഓർക്കാൻ കഴിയണം. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യൽക്കാരനായിരുന്നു. ഇദ്രീസ് നബി ടൈലറായിരുന്നു, തയ്യൽക്കാരനായിരുന്നു. അദ്ദേഹം ഇന്നത്തെ പോലുള്ള മെഷീനൊന്നും അല്ലല്ലോ. മഹാനായ ഇദ്രീസ് നബി ഈ സൂചിയിലേക്ക് നൂല് ചേർത്ത് വെക്കുമ്പോ 4 കലിമത്തുകൾ പറയുമായിരുന്നു. പഠിച്ചോളി. സൂചിയിലേക്ക് നൂല് കയറ്റിക്കൊണ്ടിരിക്കുമ്പോ 4 കലിമത്തുകൾ പറയുമായിരുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം തന്റെ തൊഴിലിനിടയിൽ പോലും അല്ലാഹനെ മറന്നില്ല. അവസാന മഹാനായ ഇദ്രീസ് നബിയോട് അല്ലാഹ് പറയുകയാണ്, ലിമാദാ റഫഅതുക മകാനൻ അലിയ അമാ തദ്രിയ ഇദ്രീസ് നബിയെ, എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഏറ്റവും വലിയ നിലയിൽ എത്തിച്ചതെന്നറിയോ? ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല. അല്ലാഹ് പറയുന്നു, യർതഫിഉ ഇലയ്യ മിൻ അമലിക കുല്ല യൗമിൻ മിസ്ല നിസ്ഫി അഅമാലി അഹ്ലി ദുനിയ മിൻ കസറത്തി ദിക്രി. അങ്ങയുടെ ദിക്ർ കാരണമായി ദുനിയാവിന്റെ പകുതി അമലുകൾ അങ്ങയിൽ നിന്നാണ് കയറി വന്നുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ലോകത്തുണ്ടായിരുന്ന ആളുകളുടെ പകുതിയിലേറെ അമല് ഇദ്രീസ് നബിയിൽ നിന്നാണ് കയറിക്കൊണ്ടിരുന്നത്. കാരണം ദിക്രി, എപ്പോഴും ദിക്റാണ്, അള്ളാനെ മറന്നിട്ടില്ല. തന്റെ തൊഴിലില് ആകെയുള്ള തൊഴിൽ എന്താണ്? തയ്യലാണ്. ആ തയ്ക്കാൻ വേണ്ടിയിട്ട് സൂചിയിലേക്ക് നൂല് കയറ്റുമ്പോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. വണ്ടി എടുക്കുമ്പോ ചൊല്ലിക്കോ ഈ ദിക്ർ, ഡ്രൈവ് ചെയ്യുമ്പോ നിങ്ങൾ ചൊല്ലിക്കോ. അതുപോലെ തന്നെ മൺവെട്ടി എടുക്കുമ്പോ, മൺകോരി എടുക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് തൊഴിലാണോ എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ വീടുകളിൽ അടുക്കളയിൽ നിങ്ങൾ പാകം ചെയ്യുമ്പോ, നിങ്ങളുടെ എന്താണോ തൊഴില്, ആ തൊഴിലുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെയും മറക്കാതെ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിക്കോ. ലോകത്ത് പകുതിയോളം വരുന്ന അത്രയും വീര്യമുള്ള അമലായി അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ അമൂല്യമായ ദിക്റാണ്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമതൊരാളെ കൂടി അള്ളാഹു ഏറ്റവും നല്ല അടിമയെന്ന് പറഞ്ഞു. മറക്കരുത്, ഒന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്താ കാരണം? അള്ളാഹുവിന്റെ ഓർമ്മ, ആ ഒരു ദിക്ർ, സ്മരണ, അതിനെ തൊട്ട് തന്റെ ജീവിതത്തെ സൗഭാഗ്യങ്ങൾ മറപ്പിച്ചു കളഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സകലതും വേണ്ട എന്ന് വെച്ചിട്ട് അത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെ സമർപ്പിക്കാനുള്ള സന്മനസ് കാണിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു മഹാനായ സുലൈമാൻ നബിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അടിമയാണ്. അള്ളാഹു അങ്ങനത്തെ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമതായി അള്ളാഹു പരിചയപ്പെടുത്തിയതാരെയാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല രണ്ടാമതായി പറയുന്നത് അതേ അധ്യായത്തിൽ തന്നെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമയാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത് ആരെന്നറിയോ? ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ശാരീരികമായ രോഗങ്ങൾ കൊടുത്തു, മാനസികമായ ഒരുപാട് വിഷമങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് സാമ്പത്തികമായ നഷ്ടങ്ങളല്ല കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് പോലും ഉപേക്ഷിച്ചു പോയി. തന്റെ ശരീരം മുഴുവൻ രോഗാതുരമായി. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒന്നൊന്നായി
നന്നായി വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ചവരെ എന്റെ സമ്പത്ത് തിരിച്ചു തരണേ അല്ലാ, എന്റെ കുടുംബത്തെ തിരിച്ചു തരണേ അല്ലാ, എന്റെ രോഗം മാറ്റി തരണേ അല്ലാ എന്നൊന്നും പറയാതെ ഇതെല്ലാം നീ എനിക്ക് തന്നതാണ്, ഞാൻ ക്ഷമിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, എല്ലാം നിനക്ക് വേണ്ടി ക്ഷമിക്കുന്നു റബ്ബേ, എല്ലാം ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് ക്ഷമയുടെ പര്യായമായ അയ്യൂബ് നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞപ്പോ അല്ലാഹു അതേ അയ്യൂബ് നബിയെ പറ്റി പറയുകയാണ്, ഇന്നാ വജദ്നാഹു സാബിറാ. മഹാനായ അയ്യൂബ് നബി ഏറ്റവും നല്ല ക്ഷമയുള്ളവനായി നാം എത്തിച്ചു. അതുകൊണ്ട് തന്നെ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ഏറ്റവും നല്ല അടിമയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം, ഏറ്റവും നല്ല അടിമയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, പ്രതിസന്ധികൾ വന്നപ്പോൾ, പരീക്ഷണങ്ങൾ വന്നപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള നല്ല മനസ്സുണ്ടായത് കൊണ്ടാ സഹാബാക്കളിൽ ഇത് വ്യക്തമായി കാണാം, താബീങ്ങളിൽ ഇത് പ്രകടമായി കാണാം. എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, പരീക്ഷണങ്ങളും നന്നായി വരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കലാണ് വേണ്ടത്. ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമ അവലംബിക്കണേ. ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ പ്രിയപ്പെട്ട വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ മരിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഉറ്റവര് മരണപ്പെട്ടു പോകുമ്പോ ആദ്യത്തെ 3 ദിവസം നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടെന്നറിയോ? ആദ്യത്തെ 3 ദിവസം നമ്മൾ പിടിച്ചു നിന്നാൽ ആ 3 ദിവസമാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. അതിനുശേഷം എല്ലാവരും അതോട് താതാത്മ്യം പുലർത്തുന്നതാണ്, അതിനോടൊപ്പം ഇഴകിച്ചേരുന്നതാണ്. പക്ഷെ ആദ്യത്തെ 3 ദിവസം സഹിക്കാൻ പറ്റാത്ത അസഹ്യമായ, അചിന്തനീയമായ, അവാച്യമായ, അവർണ്ണനീയമായ, അചിന്തനീയമായ ദുഃഖമാണ്. പക്ഷേ അന്ന് ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ, ക്ഷമിക്കേണ്ടത് ആദ്യഘട്ടത്തിലാണ്. ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണേ.